എന്റെ അമ്മോ, എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ സംഭവം കാണുന്നത്. പോലീസ് വന്നിട്ടേ ഉള്ളൂ 5 ഗ്രാം കളക്ട് ചെയ്യാൻ. അതറിയോ? എടി പെമ്പിള്ളേരായ കുറച്ച് അടക്കൊതുക്കൊക്കെ വേണം. അതെങ്ങനെയാ? നീ ആണാണോന്ന് എനിക്കൊരു സംശയം. നിന്റെ ഫോൺ പുതിയതാ? ആ, കുറച്ച് സ്റ്റാൻഡേർഡ് കൂടി പോയോ? തെറിക്കൊക്കെ ഒരേ സ്റ്റാൻഡേർഡ് അല്ലേ? ആണ്. അവളുടെ ഒരു അഹങ്കാരം കണ്ടില്ലേ സാറേ? ഇച്ചിരി പഠിച്ച് പള്ളിയിലോട്ട് ചെല്ലുമ്പോ ഒറ്റയ്ക്കിരിക്കുന്ന കർത്താവിനെ കൂട്ടിരിക്കാൻ തോന്നും. എല്ലാത്തിനും കാണിച്ചുതരാം. ഇങ്ങനെ പേടിക്കലടാ. നിർത്തടാ. റോഡിലൂടെയാണാടാ സൈക്കിൾ ഓടിക്കുന്നേ. ഒരു കൊലക്കേസ് കഴിഞ്ഞ് ഇറങ്ങിയുള്ളൂ, വെറുതെ എന്നെ വീണ്ടും ജയിലിൽ കയറ്റിക്കരുത്. എറണാകുളം പാലാരിവട്ടത്ത് പോലീസിനെ ആക്രമിച്ച യുവതി പോലീസിന്റെ പിടിയിലായി. ഇന്നലെ രാത്രിയിലാണ് മദ്യലഹരിയിലായിരുന്ന യുവതിയും സുഹൃത്തും പോലീസിനെ ആക്രമിക്കുകയും പോലീസ് ജീപ്പിന്റെ ചില്ല് അടിച്ചു തകർക്കുകയും ചെയ്തത്. ഞാൻ ഈ പത്രക്കാരെ കൊണ്ട് തോറ്റു. ഞാൻ എന്ത് ചെയ്യാണെന്ന് നോക്കി നടക്കുക. അവന്മാര് പത്രത്തിലിട. ഇന്നലെ രാത്രി പാലാരിവട്ടം സംസ്കാര ജംഗ്ഷനിലാണ് പ്രതികൾ മദ്യപിച്ച് ബഹളം വെച്ചത്. മദ്യലഹരിയിലായിരുന്ന പ്രവീണിനെ കസ്റ്റഡിയിലെടുത്തു. വനിതാ പോലീസ് ഇല്ലാതിരുന്നതിനാൽ റസ്ലിനെ കസ്റ്റഡിയിലെടുക്കാനായില്ല. പോലീസ് ജീപ്പിന്റെ ചില്ലും യുവതി അടിച്ചു തകർത്തു. പിന്നീട് സ്റ്റേഷനിൽ നിന്ന് വനിതാ പോലീസ് എത്തിയാണ് യുവതിയെ കസ്റ്റഡിയിലെടുത്തത്. പ്രതികൾക്കെതിരെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും പൊതുമുതൽ നശിപ്പിച്ചതിനും കേസെടുത്തു. കോഴിക്കോട് സ്വദേശിയായ റസ്ലിനെതിരെ പാലാരിവട്ടം സ്റ്റേഷനിൽ തന്നെ മുൻപ് 2 കേസുകളുണ്ട്. ലഹരി കൈവശം വെച്ചതിന് NDPS കേസും ഹോസ്റ്റൽ അടിച്ചു തകർത്തതിനുമാണ് കേസുള്ളത്. ലക്ഷത്തിൽ ഒന്നേ കാണും ഇതുപോലൊരു ഐറ്റം. മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. പോലീസ് എന്നെ ജീപ്പിൽ കയറ്റി കൊണ്ടുപോകുമ്പോ നീ എനിക്ക് ടാറ്റ തരുമല്ലടാ. ഞാൻ പോലീസ് ജീപ്പിൽ 3 ടൂറിന് പോണെന്ന് കരുതിയോടാ നീ. പോകണ്ടാന്ന് പറഞ്ഞപ്പോ ടാറ്റ ആയി പോയതാണ്. ഞാൻ പോയി വരട്ടെ മക്കളെ. 2-ാം തീയതി വരാം. ഏത് മാസം? എല്ലാ മാസവും 2-ാം തീയതി ഉണ്ടല്ലോ.